ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കേരള ടെസ്റ്റ് ടോക്ക്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള ചില ചോദ്യങ്ങളാണ്. എത്ര പേര് ഇപ്രാവശ്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്, അസിസ്റ്റന്റ് ഓഡിറ്റർ എക്സാമിന് എത്ര പേര് ഇപ്രാവശ്യം അപ്ലൈ ചെയ്തു, എത്ര പേർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇപ്രാവശ്യം എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് 4,00,000 പേര്, 4,00,000 പേരിൽ കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പം 4,57,000 പേരോളം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആദ്യം അപ്ലൈ ചെയ്ത കണക്ക് വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, പക്ഷെ അവിടെ നിൽക്കട്ടെ, കൺഫർമേഷൻ കഴിഞ്ഞപ്പോഴോ, കൺഫർമേഷൻ കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഡേറ്റ എത്രയാണ്? 3,94,615 പേര്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4,00,000 എത്തുന്നില്ല, 6,000 കുറവാണ് അല്ലേ. അപ്പോൾ 60,000 പേരോളം കൺഫർമേഷനേ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ദാറ്റ് ഈ നമ്പർ കണ്ട് നമ്മൾ വിരളേണ്ട ആവശ്യമില്ല. 3,00,000 4,00,000 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം 60,000 പേര് തന്നെ കൺഫർമേഷൻ തന്നെ കൊടുക്കാതിരുന്നു അല്ലേ. അപ്പോൾ ഈ സീരിയസ് കാൻഡിഡേറ്റ്സ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവണം എന്ന് വിചാരിച്ച് പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഈ നമ്പറിൽ നിന്ന് വളരെ കുറവാണ്. അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, ലെവൽ ഓഫ് കോമ്പറ്റീഷൻ എന്താണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എത്ര പേരാണ് ഇപ്രാവശ്യം ഈ ഡിഗ്രി പ്രിലിമിനറി ത്രൂ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു നമ്പർ നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ 3,94,615 പേരാണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം എത്ര പേർക്ക് അഡ്വൈസ് പോയി, എത്ര പേര് ലിസ്റ്റിലുണ്ടായിരുന്നു, എത്ര കട്ട് ഓഫ് ആയിരുന്നു? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റിൻ്റെ ഒരു കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 47 മാർക്കായിരുന്നു. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് 47 മാർക്ക് മേടിച്ചവരാണ് പ്രിലിംസ് കയറിയത്. അപ്പോൾ ഈ 47 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്രാവശ്യം 47 മാർക്ക് എയിം ചെയ്താൽ നമുക്ക് എവിടെയും എത്താൻ പറ്റത്തില്ല. കാരണം കട്ട് ഓഫ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലാസ്റ്റ് കയറിയ ആളുടെ മാർക്കാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് കയറാൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വണ്ടി വിട്ടുപോകും. അതുകൊണ്ട് ലാസ്റ്റ് കയറാൻ നോക്കരുത്. 47 ആണ് കഴിഞ്ഞ പ്രാവശ്യം പ്രിലിമിനറി കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് കട്ട് ഓഫ് പോയതെങ്കിൽ മിനിമം ഒരു 60-70 മാർക്കെങ്കിലും മേടിക്കുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു പോയാലേ നമുക്ക് സേഫ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ കട്ട് ഓഫ് ഇത്രയായിരുന്നു, 47 ആയിരുന്നു കട്ട് ഓഫ് പ്രിലിംസിന്റെ വരുമ്പോൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ചോദ്യം, എത്ര പേര് മെയിൻ ലിസ്റ്റിൽ, നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൻ്റെ അകത്ത് തന്നെ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും ഉണ്ടല്ലേ. അപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൻ്റെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു? ഏകദേശം ഒരു 1000 പേരുണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിൽ. അപ്പം ഏകദേശം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 961 എന്നാണ് എൻ്റെ ഓർമ്മ. നോക്കാൻ നമുക്ക് കൃത്യമായിട്ട് നോക്കാം. എന്താ 961 അല്ലേ. അപ്പോൾ 961 ലാസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം നമ്മൾ പറയുമ്പോൾ 961 അല്ലേ. എന്ന് വെച്ചാൽ 43 മാർക്കായിരുന്നു ലാസ്റ്റ് കയറിയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത്, മെയിൻ ലിസ്റ്റ് കയറിയ ആളുടെ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്, ഏകദേശം 3 ലക്ഷം അല്ല 4 ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രയും നമുക്ക് സീരിയസ് കാൻഡിഡേറ്റ്സ് അല്ല കാരണം കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ 60,000 പേര് പോയി. അപ്പോൾ എങ്കിലും ഏകദേശം 4 ലക്ഷം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി. അടുത്ത ചോദ്യം, കഴിഞ്ഞ പ്രാവശ്യം എത്ര പേർക്ക് കിട്ടി, അല്ലെങ്കിൽ എത്ര പേര് ലിസ്റ്റിലുണ്ടായിരുന്നു, കട്ട് ഓഫ് എത്രയൊക്കെ ആയിരുന്നു? അപ്പോൾ 47 ആയിരുന്നു ഒരു പ്രിലിംസ് കട്ട് ഓഫ് പോയത്. 43 മാർക്ക് ഉള്ളവർക്ക് മെയിൻസിൽ കയറാൻ പറ്റി. പക്ഷെ ഇതൊക്കെ കട്ട് ഓഫ് ആണ്, അവസാനത്തെ നമ്പറാണ്. ആ നമ്പർ വെച്ചിട്ട് ജോലി കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പം കട്ട് ഓഫിൽ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. കട്ട് ഓഫ് നോക്കിയിരിക്കുന്നത് നല്ലതാണ്, പക്ഷെ കട്ട് ഓഫ് ഫോക്കസ് ചെയ്ത് നമ്മൾ ഒരിക്കലും പഠിക്കാൻ പാടില്ല. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എത്ര പേർക്ക് അഡ്വൈസ് പോയി, എത്ര പേർക്ക് ജോലി കിട്ടി എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം നമ്മൾ എന്താ കണ്ടത്? 961 പേർക്ക് അല്ലെ, 961 ആൾക്കാർ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ തന്നെ മെയിൻ ലിസ്റ്റിൽ അത്രയും പേരുണ്ടായിരുന്നു. അതിൽ എത്ര പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്, ലാസ്റ്റ് അഡ്വൈസ് എപ്പോഴാണ് പോയതെന്ന് കൂടെ നോക്കാം. അപ്പോൾ ടോട്ടൽ 452 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്.
452 പേർക്ക് ജോലി കിട്ടി. ഓക്കെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഓഡിറ്റർ, ആ ഒരു എക്സാമിലൂടെ 452 പേർക്ക് ജോലി കിട്ടി. അതിൽ തന്നെ മെയിൻ OC കാറ്റഗറി 307 പേരാണ് വരുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരു 452 പേർക്കാണ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ അഡ്വൈസ് ഇതുവരെ പോയിട്ടുള്ളത്. അവിടെയും കഥ നിൽക്കുന്നില്ല. ലാസ്റ്റ് അഡ്വൈസ് ഇപ്പോൾ പോയത് ഈ മാസമാണ്, നമ്മുടെ 2025 ഈ മാസമല്ല, ഫെബ്രുവരി, കഴിഞ്ഞ മാസമാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. 19-ാം തീയതി, ഫെബ്രുവരി 19-നാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത്. അതും കൂടെ നമ്മൾ കൂട്ടി കഴിയുമ്പോൾ 452 അഡ്വൈസ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഇതാണ് ലാസ്റ്റ് പോയ അഡ്വൈസ് എന്ന് പറയുന്നത്. 19-ാം തീയതി, ഫെബ്രുവരി 19-ന് പോയ അഡ്വൈസ് വെച്ചിട്ട്, കഴിഞ്ഞ മാസം ഇപ്പോൾ പോയ അഡ്വൈസ് വെച്ചിട്ട് 452 പേർക്കാണ് ജോലി കിട്ടിയിട്ടുള്ളത്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും, അത് കഴിഞ്ഞിട്ടും ഒരു വേക്കൻസി, അത് കഴിഞ്ഞും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു വേക്കൻസി അതേ തസ്തികയിൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട്, ലാസ്റ്റ് അഡ്വൈസ് പോയി കഴിഞ്ഞിട്ട് ഒരു വേക്കൻസി കൂടെ റിപ്പോർട്ടും ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മളൊന്ന് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഏകദേശം 4 ലക്ഷം പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ നമ്പർ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു എത്രയാണ് കട്ട് ഓഫ് എന്നുള്ള സംഭവമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് എത്ര പോകുന്നുണ്ട്, ഇതിൽ നമ്മൾ എത്ര മാർക്കിന് എയിം ചെയ്യണം എന്നുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കട്ട് ഓഫ് 47, 43 എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു 60 മാർക്കിലോട്ട് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനെ എത്തിക്കാൻ പറ്റിയാൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 60 മാർക്കിൽ നമ്മൾ കട്ട് ഓഫ്, നമ്മുടെ പ്രിപ്പറേഷൻ, നമുക്കൊരു മെയിൻസിൽ 60 മാർക്കിലോട്ട് എത്തിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല, മുകളിൽ കണ്ടോ 60 മാർക്ക് എന്ന് പറഞ്ഞാൽ ടോപ്പ് 10-ൽ നമ്മൾ എത്തും. 11ാമത്തെ ആൾക്ക് താഴെ ഇല്ല, റൈറ്റ്? അപ്പോൾ 60 മാർക്ക് മേടിക്കാം എന്ന് നമ്മളൊന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് 10-ൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ലെവലിൽ വേണം നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ കൊണ്ടുപോകാനായിട്ട്. ജോലി 100% ഉറപ്പായിട്ട് നമുക്ക് കിട്ടും, അല്ലേ? ഒരു 50 മാർക്ക് മേടിക്കുമ്പോൾ തന്നെ നമുക്ക് 100% ഉറപ്പായിട്ട് കിട്ടും. പക്ഷേ ഈ 50, 60 ഒക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫുള്ള് 100 മാർക്സ്, 100-ൽ 100 മാർക്കും മേടിക്കുന്ന രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 60 അല്ലെങ്കിൽ 70 എന്നൊക്കെ പറയുന്ന ഒരു സ്കോറിലോട്ടൊക്കെ എത്താൻ പറ്റുള്ളൂ, അല്ലേ? ഫസ്റ്റ് മേടിച്ച ആൾക്ക് എത്രയായിരുന്നു മാർക്ക്? 65 മാർക്കായിരുന്നു. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്ത് പോവുക, ദാറ്റ് നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഒരു സീരിയസ്നെസ് എന്തുമാത്രം വേണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ആയി. ദാറ്റ് 1000-ഓളം പേരായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് 452 പേർക്ക് ഓൾറെഡി ജോലി കിട്ടി, അഡ്വൈസ് പോയി കഴിഞ്ഞു, റൈറ്റ്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ, ഏതൊക്കെ എക്സാമിന് എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര അഡ്വൈസ് പോകുന്നുണ്ട്, അല്ലേ? ഇനി എത്ര വേക്കൻസി ഉണ്ട്, ഓരോ എക്സാംസും നമ്മൾ കേരള PSCയുടെ ഓരോ എക്സാം എഴുതുന്നതിനകത്തൊക്കെ എത്ര വേക്കൻസി ഉണ്ട്, എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ, എത്ര പേര് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഒന്ന് അറിയിക്കുക. ദാറ്റ് ഇങ്ങനെയുള്ള സെഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഇതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിൻ്റെ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് എത്ര പേര് ആണ്, ലാസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു, എത്ര പേർക്ക് ജോലി കിട്ടി സബ് ഇൻസ്പെക്ടർ പൊസിഷനിൽ, എത്ര കട്ട് ഓഫ് പോയി SIയുടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് അതൊക്കെ കൂടെ സെഷൻസ് ആയിട്ട് വേണം. ഏതൊക്കെ എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതിനകത്തൊക്കെ ഇങ്ങനെ വേക്കൻസി എത്രയുണ്ട്, എത്ര പേർക്ക് ജോലി കിട്ടും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആൻഡ് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ട് നിങ്ങൾക്ക് ഈ സെഷനെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ നോക്കിയാൽ ഒരു 50-60 സ്കോറിലോട്ടൊക്കെ നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ജോലി ഉറപ്പാണ്, അല്ലേ? അപ്പോൾ ഒന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ 25-ൽ നമുക്ക് ഒരു നല്ല ജോലിയിൽ കയറാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുക. ദാറ്റ് ഇന്ന ക്ലാസ് വേണം, ഇന്ന സെഷൻ വേണം. പിന്നെ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ 26-ാം തീയതി കേരള ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രീ സ്കോളർഷിപ്പ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്തായാലും എഴുതുക. ഫ്രീ ആയിട്ടൊരു ടെസ്റ്റ് എഴുതുകയല്ലോ നമ്മൾ, അപ്പോൾ അത് എല്ലാവരും എഴുതുക. എന്നിട്ട് സ്കോളർഷിപ്പ് ഒക്കെ മേടിച്ച് അങ്ങനെയും പഠിക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് കീപ് ഫോളോയിങ് കേരള ടെക്സ്റ്റ് ബുക്ക്.